കമ്മ്യൂണിസത്തെ പറ്റിയും കമ്മ്യൂണിസത്തിൻ്റെ തുടക്കത്തെപ്പറ്റിയും അത് ഇതുവരെ പോയ നാൾ വഴിയെപ്പറ്റിയും അതിൻ്റെ ലോക ചരിത്രത്തെപ്പറ്റിയും അതിൻ്റെ അവസാനത്തെപ്പറ്റിയും എൻ്റെ അച്ഛൻ കെ ജനാർദ്ദൻ നായരുടെ ഒരു വിലയിരുത്തൽ കേൾക്കുക. അച്ഛാ പറഞ്ഞു. കമ്മ്യൂണിസം യഥാർത്ഥത്തിൽ കാറൽ മാർക്സും എംഗൽസും റഷ്യക്കാരൊന്നുമല്ല. കാറൽ മാർക്സ് യഥാർത്ഥത്തിൽ ജർമ്മൻകാരനാണ്, എംഗൽസ് ഇംഗ്ലണ്ടുകാരനും. ഈ രണ്ടുപേരും കൂടിയിരുന്ന് തൊഴിലാളികൾക്ക് വേണ്ടി വിപ്ലവ ലേഖനങ്ങളൊക്കെ എഴുതി. അപ്പോൾ ആദ്യം അവർ ജർമ്മനിയിലായിരുന്നു, അവിടുന്ന് വെളിയിലാക്കി. പിന്നെ ഫ്രാൻസിലായിരുന്നു, ഫ്രാൻസിലിരുന്ന് കുറേ എഴുതി ഉടനെ അവരും വെളിയിലാക്കി. അത് കഴിഞ്ഞപ്പോഴാണ് അവർ ഇംഗ്ലണ്ടിലെത്തിയത്. ഇംഗ്ലണ്ടിലിരുന്നാണ് കാറൽ മാർക്സിൻ്റെ ദാസ് ക്യാപിറ്റലും പിന്നെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ഒക്കെ എഴുതിയത്. കമ്മ്യൂണിസം സോവിയറ്റ് റഷ്യയിൽ ഉണ്ടാകാനുള്ള കാരണം സോവിയറ്റ് റഷ്യയിൽ അന്ന് സാർ ചക്രവർത്തിമാരുടെ ഭരണമായിരുന്നു. പൊതുവെ ദുർബലരായ ഭരണകർത്താക്കളായിരുന്നു. അതിൻ്റെ കൂടെ 1914 ഒന്നാം ലോകമഹായുദ്ധത്തിൽ റഷ്യ ജർമ്മനിക്കെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു. അതോടുകൂടി രാജ്യത്തെ പട്ടിണിയും ദാരിദ്ര്യവും വർദ്ധിച്ചു. ജനങ്ങളെല്ലാം ഇളകി വശായി. അപ്പോഴാണ് ചക്രവർത്തി യുദ്ധ രംഗത്ത് പോയിട്ട് തിരിച്ചു വന്ന് ട്രെയിനിൽ വന്ന് ലെനിൻഗ്രാഡിൽ ഇറങ്ങിയ ഉടനെ ചക്രവർത്തി അവർ പിടികൂടി വധിക്കായിരുന്നു, സാർ ചക്രവർത്തി. അങ്ങനെയാണ് കമ്മ്യൂണിസത്തിന് അവിടെ തുടക്കം കുറിക്കുന്നത്. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം കാറൽ മാർക്സ് എംഗൽസുമാണ് എഴുതിയതെങ്കിലും അതിനടിസ്ഥാനപരമായ മൂലധനം എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. ഇതാണ് കമ്മ്യൂണിസം ആദ്യം ഉണ്ടായത്. വായിച്ചിട്ടുണ്ട്. പിന്നെ ഇതാദ്യം ഉണ്ടായത് സോവിയറ്റ് റഷ്യയിലാണ്. ഉണ്ടാകാനുള്ള കാരണം അവിടുത്തെ സാർ ചക്രവർത്തിയുടെ പിടിപ്പുകേടും പിന്നെ അയാൾ ഒന്നും ആലോചിക്കാതെ യുദ്ധത്തിലിറങ്ങി ഒന്നാം ലോകയുദ്ധത്തിൽ പങ്കെടുത്തതും ഒക്കെയാണ്. അതുകൊണ്ട് അവിടെയാണ് കമ്മ്യൂണിസം ആദ്യം ഉണ്ടായത്. കമ്മ്യൂണുകൾ എന്നാണ് അതിനെ വിളിച്ചിരുന്നത്. പല കമ്മ്യൂണുകൾ ഒരു ചെറിയ ഗ്രൂപ്പ് എന്നുള്ള അർത്ഥത്തിലാണ്. കമ്മ്യൂണിസം വ്യക്തി സ്വാതന്ത്ര്യത്തെ ഒരിക്കലും അംഗീകരിക്കുന്നതല്ല. വ്യക്തിക്ക് സ്വാതന്ത്ര്യം കൊടുത്തൊരു കമ്മ്യൂണിസം ഒരിക്കലും ഒരിടത്തും നടപ്പിലാവില്ല. ഇന്ത്യയിലെ ഭാരതത്തിൻ്റെ സംസ്കാരം ഏകാധിപത്യവും അടിമത്വവും ഒന്നുമല്ല. ഇത് സ്വതന്ത്രമായ ഒരു സമൂഹമാണ്, ഹിന്ദു സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഇവിടെ രക്ഷപ്പെടില്ല. പക്ഷേ സോവിയറ്റ് റഷ്യയിലെ അത്ഭുത കഥകളൊക്കെ കേട്ട് ഇവിടെയും അങ്ങും ഇങ്ങുമൊക്കെ പലരും കമ്മ്യൂണിസ്റ്റായി. അവരെ ആദ്യകാലത്ത് പോലീസ് പിടിക്കുകയും അടിക്കുകയും ജയിലിലയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ നിരോധനമെല്ലാം പിൻവലിച്ചു. ഇഷ്ടംപോലെ പ്രവർത്തിച്ചോളാൻ പറഞ്ഞു. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലും ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലുമൊക്കെ പശ്ചിമ ബംഗാളിലും ഒക്കെ ഉണ്ടായത്. ഇന്ത്യയിൽ ആദ്യം ഉണ്ടാകുന്നത് കൽക്കട്ടയിലാണ്. അത് കഴിഞ്ഞാണ് കേരളത്തിലുണ്ടാകുന്നത്. അവിടുന്ന് കമ്മ്യൂണിസത്തിൻ്റെ ഏറ്റവും വലിയ ദൂഷ്യം എന്ന് പറയുന്നത് അത് വ്യക്തി സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്നതല്ല. കുടുംബത്തെ ഇല്ലില്ല, കുടുംബവാഴ്ച അംഗീകരിക്കുന്നില്ല. കുടുംബത്തെ പറ്റി കാറൽ മാർക്സ് പറഞ്ഞത് ഒരു മർദ്ദനോപാധിയാണെന്നാണ്. കുടുംബം എന്ന് പറയുന്നത് ഒരു മർദ്ദനോപാധിയാണ്. അതുകൊണ്ട് കുടുംബം എന്ന് പറയുന്നത് വേണ്ടെന്നാണ് കാറൽ മാർക്സ് സിദ്ധാന്തിച്ചിരിക്കുന്നത്. അങ്ങനെ കേരളത്തിലും ഇന്ത്യയിൽ അങ്ങുമിങ്ങുമൊക്കെ പിന്നെ ബോംബെയിൽ ഈ വ്യവസായ കേന്ദ്രങ്ങളിലുമൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗ്രൂപ്പുകളുണ്ടായി.
കേരളത്തിൽ ഇത് വ്യാപകമായിട്ടുണ്ടായത് ഏതാണ്ട് ഒരു 1950 കൂടിയാണ്. അന്ന് സർ സി പിക്കെതിരായിട്ട് നടത്തിയ സമരത്തിൻ്റെ കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു. പിന്നെ വയലാർ പുന്നപ്ര സമരം എന്ന് പറയുന്നതൊന്നും ഈ കമ്മ്യൂണിസവുമായിട്ടൊരു ബന്ധമുള്ളതല്ല. അവിടുത്തെ കുറേ കൃഷിക്കാർ നടത്തിയ ഒരു വിപ്ലവം, ഒരു ബഹളം എന്നുള്ളതിൽ കൂടുതൽ അതിന് ഉത്തേജനം കൊടുത്തത് കമ്മ്യൂണിസ്റ്റുകാരാണ്. പിന്നെ തോക്കല്ല പോലീസിൻ്റെ കയ്യിലിരിക്കുന്നത്, അത് തടി ചെത്തി അങ്ങനെ രൂപപ്പെടുത്തിയിരിക്കുന്നതാണ്, വെടിവെക്കാനൊക്കത്തില്ല എന്ന് പറഞ്ഞ് തോക്കിൻ്റെ നേർക്ക് ആളുകൾ കയറി. അവസാനം സർ സി പിയുടെ പോലീസ് ആ വെടിവെച്ചു. കുറേ ആളുകൾ വിശ്വസിപ്പിച്ചു സമരക്കാരോട്. അങ്ങനെയാണ് വയലാർ പുന്നപ്ര ഈ കൂട്ടക്കൊലപാതകം നടന്നത്. പോലീസിന് അതല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു. അങ്ങനെ കമ്മ്യൂണിസം കേരളത്തിലുണ്ടായി. ഇതൊരു പുതിയ സിദ്ധാന്തമാണ്. ഇത് സമത്വവും സാഹോദര്യവും ഒക്കെ രാജ്യത്തുണ്ടാക്കും, ഇവിടുത്തെ പട്ടിണിയും ദാരിദ്ര്യത്തോടു കൂടി മാറും എന്നുള്ള ഒരു, ഞാനൊക്കെ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് എൻ്റെ ധാരണ കമ്മ്യൂണിസം വന്നാൽ ഇവിടുത്തെ പട്ടിണിയും ദാരിദ്ര്യവും എല്ലാം മാറുമെന്നാണ്. ഇപ്പോൾ ഞാൻ SSLC എഴുതുന്ന 58-ലാണ്. അതായത് കമ്മ്യൂണിസം കേരളത്തിൽ അധികാരത്തിൽ വന്ന് 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ SSLC എഴുതുന്നത്. അത് അന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ കൈക്കൂലി അഴിമതിയും നടത്തുന്ന ആളുകളെ അല്ല. ആദ്യത്തെ മന്ത്രിസഭ അതുതന്നെയായിരുന്നു. EMS നമ്പൂതിരിപ്പാടും, അച്യുതമേനോന്, VR കൃഷ്ണയ്യർ, പിന്നെ CH മേനോന്, പിന്നെ ജോസഫ് മുണ്ടശ്ശേരി, ഇവരൊക്കെ ആയിരുന്നു മന്ത്രിസഭയിലെ അംഗങ്ങൾ. AR മേനോൻ, KR ഗൗരിയമ്മ, TV തോമസ്, ഇവരൊക്കെ ആയിരുന്നു അന്നത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ അംഗങ്ങൾ. ഇവരാരും തന്നെ അഴിമതി കാണിക്കുന്നവരേ അല്ല. അഴിമതി നടത്തി എന്നൊക്കെ കോൺഗ്രസ്സുകാർ പറഞ്ഞുണ്ടാക്കിയത് അത് ചുമ്മാ പറഞ്ഞതാണെന്ന് അവർക്കും അറിയാം, ഈ നാട്ടുകാർക്കും അറിയാം. ചരിത്രപരമായിട്ട് അതിനൊരു സത്യവുമില്ല. അങ്ങനെ അഴിമതിയില്ലാത്ത ഒരു ഭരണമായിരുന്നു 1957 കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ നടപ്പിലാക്കിയത്. ഇതിനെ മറിച്ചില്ലെങ്കിൽ ഇത് ഈ രാജ്യം മുഴുവൻ പടരും എന്നുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ ആലോചന മോള് ഇന്ദിരാഗാന്ധി അന്ന് തന്തയുടെ കൂടെ നടന്ന് നുണ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാലത്താണ്. അവരതിൽ വളരെ താല്പര്യമെടുത്തു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിപ്പിക്കണം എന്നും കമ്മ്യൂണിസം അങ്ങനെ വളരാൻ പാടില്ല എന്നും പറഞ്ഞാൽ അവർ അങ്ങനെ 57 EMSൻ്റെ മന്ത്രിസഭയെ പിരിച്ചുവിട്ടു. കേന്ദ്രം എന്തുവാ അതിൻ്റെ പ്രത്യേക വകുപ്പുണ്ടല്ലോ, ആ വകുപ്പ് അധികമൊന്നും ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഇത് പിന്നെയും ആരും അതെടുത്ത് ഉപയോഗിച്ചിട്ടില്ല. അതൊരു ഏകാധിപത്യ വകുപ്പാണ്. പിന്നെ അങ്ങനെയാണ് കമ്മ്യൂണിസം ഈ പിരിച്ചുവിട്ടതോടുകൂടി കമ്മ്യൂണിസം അടിസ്ഥാനപരമായിട്ട് ഇവിടെ വളർന്നു. എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷമായിട്ടുള്ള പല ആളുകളും കമ്മ്യൂണിസത്തിലേക്ക് പോയി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് കൊടുക്കുന്ന ഒരു മനോഭാവം പൊതുവെ ഉണ്ടായി. അങ്ങനെ 65-ലെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ കക്ഷി അവരായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു. അന്ന് ഭൂരിപക്ഷമില്ലായിരുന്നു, അതുകൊണ്ട് മന്ത്രിസഭ രൂപീകരിച്ചില്ല, അങ്ങ് പിരിച്ചു വിടുകയായിരുന്നു. പിന്നെ കമ്മ്യൂണിസം ഒരിക്കലും പിന്നെ സ്വയമായിട്ടുണ്ടാവുന്നതല്ല, അതില്ലാതാവുന്നതും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ ലോകത്തെങ്ങും കമ്മ്യൂണിസം ഇല്ല. മറ്റേ ഒരുപാട് രാജ്യങ്ങളിൽ കമ്മ്യൂണിസം ഉണ്ടായിരുന്നു. പോളണ്ട്, ഹംഗറി, റൊമേനിയ, കിഴക്കൻ ജർമ്മനി, ഇങ്ങനെ 7-10 രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഭരണമായിരുന്നു. ഇപ്പോൾ ഒരു രാജ്യത്തും ഇല്ല. സോവിയറ്റ് റഷ്യയിലെ കമ്മ്യൂണിസം ഇല്ലാതാക്കിയതാരാ? സ്വയം ഇല്ലാതായി. സ്വയം ഇല്ലാതാവുന്ന ഒരു സാധനമാണ് ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിദ്ധാന്തങ്ങളൊക്കെ പരസ്പര വിരുദ്ധങ്ങളും പിന്നെ ഈ കാലത്തെ അതിജീവിക്കുന്നതുമല്ല, കാലാനുസൃതമല്ല. പിന്നെ ദത്തോഗാന്ധി ടേങ്കഡി പറഞ്ഞ 2000 ആണ്ട് തികയ്ക്കത്തില്ല, അതിനു മുമ്പേ കമ്മ്യൂണിസം ഇന്ത്യയിൽ ഇല്ലാതാവും. ഇന്ത്യയിലെ കമ്മ്യൂണിസം അതിനു മുമ്പേ ഇല്ലാതാവും എന്നാണ് പറഞ്ഞത്. ആ ടേങ്കഡി പറഞ്ഞത് ശരിയായിരുന്നു. 99-ലാണ് ഈ റഷ്യയിൽ പെരിസ്ട്രോയിക്ക എന്ന് പറഞ്ഞ ഒരു ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്കായി ഗോർബച്ചേവ് എന്ന് പറയുന്ന റഷ്യൻ പ്രധാനമന്ത്രി അങ്ങനെ പരിഷ്കാരം കൊണ്ടുവന്നു. എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസത്തിൻ്റെ അന്ത്യം കുറിക്കുകയായിരുന്നു. അങ്ങനെ
കമ്മ്യൂണിസം സ്വയം ഇല്ലാതായി. അങ്ങനെ ഇന്ന് ലോകം മുഴുവൻ, ഒരു കാലത്ത് ലോകത്തിൻ്റെ ഒരു ബ്ലോക്കായിരുന്നു കമ്മ്യൂണിസ്റ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രഗത്ഭമായിട്ട് ചൈന, റഷ്യ, യുഗോസ്ലേവിയ, ഹംഗറി, പോളണ്ട്, ചെക്കോസ്ലോവാക്യ, കിഴക്കൻ ജർമ്മനി, ഇതെല്ലാം കൂടെ വരുന്ന പറഞ്ഞാൽ നല്ലൊരു ശക്തിയായിരുന്നു. ഇന്ന് എങ്ങും ഇല്ലാതായി. അപ്പോൾ ഈ നിലയിൽ തകരുന്ന, സ്വയം ഇല്ലാതാവുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസം. അങ്ങനെ സ്വയം അത് ഇല്ലാതായി. കമ്മ്യൂണിസത്തെ ആരും എതിർക്കണ്ട, അത് സ്വയമായിട്ട് ഇല്ലാതായിക്കോളും. ചൈനയിൽ കമ്മ്യൂണിസം ഉണ്ടെന്ന് അച്ഛൻ വിശ്വസിക്കുന്നുണ്ടോ? കമ്മ്യൂണിസം ഇപ്പോൾ അവിടെ ഇല്ല. പേര് എഴുതി വെച്ചത് കൊണ്ട്, കാപ്പിപ്പൊടിയുടെ മണ്ടയിൽ പഞ്ചാര എന്ന് എഴുതി വെച്ചാൽ ഇപ്പോൾ ഉറുമ്പ് വന്ന് കയറിക്കോളും. അതെന്ന് പറഞ്ഞതുപോലെ ചൈനയിൽ കമ്മ്യൂണിസം ഇല്ല. പിന്നെ അവരൊരു വ്യവസ്ഥിതി അടിച്ചൊതുക്കി ഒരു രീതി കൊണ്ടുവന്ന് അച്ചടക്കത്തോടു കൂടി ആക്കി വെച്ചിരിക്കുക. അത് വിട്ടാൽ അവിടുത്തെ ഉൽപ്പാദനം കുറയും എന്നുള്ളത് കൊണ്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ആണ്ടിൽ ഒരിക്കലും ആ കൊടിയൊന്ന് പൊക്കി കാണിക്കും, അത്രേ ഉള്ളൂ. ഇതിൽ കൂടുതൽ കാര്യം ചൈനയിൽ കമ്മ്യൂണിസം ഇല്ല. ഒരു സ്വേച്ഛാധിപത്യമാണ്. ആ, അവിടെ കമ്മ്യൂണിസവും സോഷ്യലിസവും മാർക്സിസവും ഒന്നുമില്ല. ഇല്ലില്ല. പകരം അച്ഛൻ്റെ അഭിപ്രായത്തിൽ ആ, ഇന്ത്യയിൽ കമ്മ്യൂണിസം അസ്തമിക്കാൻ പോവുകയാണോ? ഇത് ഈ മൂട്ടിച്ചൊറി പോലെ പിന്നെ ഇതങ്ങും ഇങ്ങുമൊക്കെ ശൈലം കിടക്കും. ഇത് വളരുന്നിടത്ത് ഇല്ലാതാവും. പശ്ചിമ ബംഗാളിലായി ഇവിടെ ആദ്യം ഉണ്ടായ കൽക്കട്ടയില്ല. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ ഒരൊറ്റ സീറ്റിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചിട്ടില്ല. എല്ലായിടത്തും തോറ്റു. അങ്ങും ഇങ്ങുമൊക്കെ ഒരു വല്ലപ്പോഴും ഈ അസൗകര്യം ഉണ്ടാക്കുന്ന ഒരു രീതി. മാവോ സേതുങ് കമ്മ്യൂണിസത്ത് ഏകാധിപതി, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നിട്ടുള്ളവരാരൊക്കെയാണെന്നറിയാം. 1 സ്റ്റാലിൻ, 2 മാവോ. ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നിട്ടുള്ള അത് ഹിറ്റ്ലർ ഒക്കെ അതിൻ്റെ താഴെയാണ്. ഹിറ്റ്ലർ അതിനേക്കാൾ താഴെയാണ്. ഇവരൊരു 3-4 എണ്ണമാണ്. അതിൻ്റെ ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകളെ കൊല്ലിച്ചിട്ടുള്ളത് മാവോയാണ്. സ്റ്റാലിൻ്റെ കാലത്തും ഉണ്ട്. പിന്നെ കുറേ കൂടെ നിന്നു. സ്റ്റാലിൻ പോയി കഴിഞ്ഞൊക്കെയും മരിച്ചു കഴിഞ്ഞൊക്കെയും കുറേ നാളോടെ ഉണ്ടായിരുന്നു മാവോ. ഇവിടുത്തെ ഈ മാവോവാദികളെ പറ്റി അച്ഛൻ്റെ അഭിപ്രായം? മാവോയിസ്റ്റുകൾ അവർ ഈ മാവോയിസം എന്തുവാന്ന് അറിഞ്ഞിട്ടൊന്നുമില്ല. മാവോയിസത്തിൻ്റെ അങ്ങനെ എന്തെങ്കിലും പുസ്തകം ഉണ്ടോ എന്ന് എനിക്കറിയത്തുമില്ല, ഞാൻ വായിച്ചിട്ടുമില്ല. മാവോയിസം കമ്മ്യൂണിസം ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കമ്മ്യൂണിസമാണ് അതിൻ്റെ വ്യാഖ്യാനം, അതായിരിക്കുമെന്ന്. പക്ഷേ ഇവിടെ അതും കൊണ്ട് പോകുന്നവർ ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ല, ഇവരൊരു പുതിയ സിദ്ധാന്തം എന്നുള്ള നിലയിൽ വല്ലതിനും തോളെ കയറാൻ വേണ്ടിയുള്ള ഒരു സിദ്ധാന്തമായിട്ട് കൊണ്ടു നടക്കുന്നു എന്നുള്ളൂ. ഈ മാവോയിസം എന്നൊരു ഇസം പ്രത്യേകിച്ചില്ല, കമ്മ്യൂണിസത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ കമ്മ്യൂണിസം മിക്കവാറും അസ്തമിക്കുന്ന, സ്വയം ഇല്ലാതാവും. അതിനെ ഇല്ലാതാക്കാൻ ആരും ശ്രമിക്കേണ്ട കാര്യമില്ല, അത് സ്വയം ആയിക്കോളും. ശരി, നമസ്കാരം.